മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായിട്ട് വയനാട് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിനെ കുറിച്ച് നമുക്കറിയായിരുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ മാർച്ച് 1 കഴിയുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇത് കൈമാറും എന്ന് പറഞ്ഞ ഡേറ്റ് ഏപ്രിൽ 14 എന്നാൽ ഈ വീടുകളുടെ നിർമ്മാണം ഏകദേശം 178 വീടുകൾ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു സർക്കാർ ഉറപ്പ് നൽകിയ. ഈ വീടുകളുടെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതോടൊപ്പം തന്നെ ഫേസ് 1 നിർമ്മിച്ച 40 വീടുകളിൽ 2 എണ്ണത്തിൽ ചോർച്ച ഉണ്ടായി എന്ന് കൂടിയിട്ട് അത് ലഭിച്ച ആളുകൾ പറയുന്നുണ്ട്. അതിൽ 2 വീടുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ അതിൻ്റെ മേൽക്കൂര ചോർന്നു എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ദിനബത്തയും ഭക്ഷ്യക്കൂപ്പൺ അടക്കമുള്ളതും കൂടിയിട്ട് മുടങ്ങിയിട്ടുണ്ട്. ഈ ദുരന്തബാധിതർ കഴിഞ്ഞ നമ്മളിപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് കാലത്തും വയനാടും ഈ മുണ്ടക്കൈ ചൂരൽമല അടക്കമുള്ള അവിടെ രാഷ്ട്രീയ പാർട്ടികൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞ വീടുകളും സജീവ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ വെച്ച് നൽകുന്നതും വിവിധ പാർട്ടികൾ പ്രഖ്യാപിച്ചമായ വീടുകൾ നിരന്തരം മാധ്യമങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ജിമ്മി, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഓഡിറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ജോലിയുടെ ഭാഗം കൂടിയിട്ടാണ്. പക്ഷേ ആ സമയത്ത് ഇത്തരം വിലയിരുത്തലുകളെ ഒരു സൈഡിൽ നിന്നിട്ട് സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു നീക്കമായിട്ട് കൂടി വ്യാഖ്യാനിക്കുന്നു. ഇതോടൊപ്പം ഈ വസ്തുതകൾ കൂടി കാണേണ്ടല്ലേ, വീടുകൾ ചോരുന്നു എന്ന് പരാതി അടക്കം. അല്ല, ഇപ്പോൾ ആർക്കും പരാതിയില്ലല്ലോ. ഇപ്പോൾ സാധാരണ മുണ്ടക്കൈ ചൂരൽമലയെക്കുറിച്ചോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതിയെക്കുറിച്ചോ ഭയങ്കര ആവേശത്തോടു കൂടി അങ്ങനെ വാർത്തകളെ പ്രതിരോധിക്കുന്ന ആളുകൾ എവിടെ? സർക്കാരിൻ്റെ ആളുകൾ, സർക്കാരിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ യുദ്ധം ചെയ്ത പോരാളികൾ ഒരാളെയും കാണാനില്ലല്ലോ. ഈ വാർത്ത വന്നിട്ട് ഇപ്പോൾ ഇത്രയും മണിക്കൂറായി, ഒരാൾക്കും ഒരു പരാതിയില്ല, ആർക്കും ഒരു വിഷയമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിഷയം അവിടെ തീർന്നു. മുണ്ടക്കൈ ചൂരൽമലയിലെ വീടുകൾ 2 ഇടത്ത് ഒരു ക്രാക്ക് കണ്ടെന്നുള്ളത് വലിയ വിഷയമായി ഞാൻ കാണുന്നില്ല. ഇപ്പോൾ നമ്മളൊക്കെ വീട് പണിയുന്നവരാണ്, ചിലപ്പോൾ അങ്ങനെ ഒരു ക്രാക്കൊക്കെ വന്നു വരാം. അതൊരു വളരെ ചെറിയ ക്രാക്കാണ്. അത് ഇതിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ തലവൻ വന്നെന്ന് പറഞ്ഞു അത് വേണമെങ്കിൽ നമുക്ക് പരിഹരിക്കാം, അത് മുകളിൽ ലീക്ക് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ സ്വാഭാവികമല്ലേ? ചിലപ്പോൾ സ്വാഭാവികമായിരിക്കും, ചിലപ്പം അസ്വാഭാവികമായിരിക്കും, പക്ഷേ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് തമാശ, ഈ ഓരോ തവണ ഇത്തരം വാർത്തകൾ പോയി നമ്മൾ 3 പ്രാവശ്യം ഈ ഒരാഴ്ചക്കിടയിൽ മാധ്യമപ്രവർത്തകർ മീഡിയകൾ പ്രത്യേകിച്ച് അവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു ചിത്രമാണ്. ഇത് ഉടനെ എങ്ങും തീരാൻ പോകുന്നില്ല. ഇത് ഉടനെ എങ്ങും ഈ പ്രോജക്റ്റ് തീരില്ല. ഏതാ മുഴുവനല്ല, 184 വീടിൻ്റെ കാര്യമാണ്. 178 കഴിഞ്ഞ് പിന്നെ അത്രയും കൂടെ ചെയ്യാനുണ്ട്, ടൗൺഷിപ്പിൻ്റെ പാർട്ട് 2. അപ്പോൾ ഇതെന്നാ തീരുന്നത്? ഇത് ഈ അടുത്ത കാലത്തെങ്ങും തീരാൻ പോകില്ല എന്ന നഗ്ന സത്യം നമുക്ക് മനസ്സിലാകുന്നത്, കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകുന്നത് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് 1 മാസത്തിന് ശേഷം നമ്മൾ വിഷുക്കാലത്ത് അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല. സത്യത്തിൽ മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടെ ശക്തമായി വിശദമായി പറയേണ്ടതായിരുന്നു ഇതൊന്നും ആയില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ പോയ ആളുകൾ പറയുന്നത് ഒരുപാട് ജോലികൾ ബാക്കി കിടപ്പുണ്ട് എന്ന് മാത്രമല്ല, അന്ന് ഉദ്ഘാടനത്തിന് കൊണ്ടിട്ട പുല്ലിൻ്റെ കാർപ്പറ്റോ ആ സാധനമൊക്കെ എടുത്ത് വണ്ടി കൊണ്ടുപോയി. പണി ഒരുപാട് കിടപ്പുണ്ട്. അതാണ് വിഷയം. ഒരു വീടിന് ഇന്ന് നമ്മൾ കണ്ടുപിടിച്ച വീടിന് 2 ക്രാക്കുണ്ട് എന്നുള്ളത് അത് പരിഹരിക്കാവുന്ന വിഷയമാണ്, ഒരു ഗുരുതരമായ പ്രശ്നമല്ല. പക്ഷേ വീടിൻ്റെ പണി തീരാതെ, ടൗൺഷിപ്പിൻ്റെ പണി എങ്ങും എത്താതെ ഇവരിതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലത്ത് കെട്ടി എഴുന്നള്ളിച്ച് നടന്നതുമാണ് ഗുരുതരമായ തെറ്റ്. നുണയാണ് പറഞ്ഞത്, നുണ. അത് എത്രത്തോളം ഗൗരവമുള്ള നുണയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് അതിൻ്റെ സംബന്ധിച്ച് വീടിൻ്റെ ആ ക്രാക്ക് സംഭവിച്ച വീടിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് വേറെ ചില ആനുകൂല്യങ്ങൾ ഇപ്പോൾ കിട്ടുന്നില്ല എന്നൊരു പരാതിയും പറയുന്നു. അതിനും ഒരു റെസ്പോൺസ് ഇല്ല. ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ 5 മിനിറ്റിനകം ഇതിനുള്ള പരിഹാരവും വരും, മറുപടിയും വരും, തെറിയും വരും. നിങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് കുഴലവുന്നുള്ള തെറിയും കിട്ടും. ഒന്നുമില്ല, ആർക്കും ഒരു വിഷയവുമില്ല. ഇനി 1 മാസം കൂടെ കഴിഞ്ഞ് അടുത്ത സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായി മാറുകയും ഇതെല്ലാവരും മറന്നു പോവുകയും ചെയ്യും. അതാണ് ഇതിനകത്തെ പ്രശ്നം. ഉദ്ഘാടനം തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ വാശിക്ക് ചെയ്തിട്ട് ഈ സംഭവത്തിൽ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചതിനെങ്കിലും ഒരു സമാധാനം പറയണം. 2, ഗവൺമെൻറ് ഒരു എസ്റ്റിമേറ്റ് കാണുമല്ലോ, സത്യത്തിൽ ഇതെന്ന് തീരും, ഇത് എത്ര സമയം കൂടെ എടുക്കും? ഏപ്രിൽ 1 വിഷുവിന് വീട്ടിൽ കയറാമെന്ന് പറഞ്ഞത് വഴിയെ പോകുന്ന CPM-ൻ്റെ ആളുകളല്ല, സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അല്ലേ? അത് പറഞ്ഞിട്ട് അതെന്താ നടക്കാതെ പോകുന്നത്? അപ്പോൾ പണി ഉടൻ വരെയായി. എല്ലാ കൊല്ലവും വിഷു ഉണ്ടല്ലോ, അതാണ് പറയാൻ വന്നത്. നമുക്ക് അടുത്ത വർഷം നോക്കാം. അത്രയും വലിയ നീണ്ടു പോവാണ്. അപ്പോൾ ഈ വ്യാജ പ്രചരണങ്ങളുടെ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ കൊച്ചി മെട്രോ പണി ഏതാണ്ട് പൂർത്തിയാകുന്ന ഒരു ഘട്ടം വരുമ്പോൾ തീർന്നിട്ടില്ല. അപ്പോൾ മെട്രോ യാർഡ്, മുട്ടത്തെ മെട്രോ യാർഡിൽ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് പുള്ളി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എല്ലാവരും തമാശയാക്കി പറഞ്ഞു ഇതിപ്പോഴെങ്കിലും തീരുന്ന സാധനമല്ല. പക്ഷേ അതുപോലും അദ്ദേഹത്തെ നമ്മൾ എന്താ പറയുക, അതിൽ പോലും ഒരു ന്യായമുണ്ട്. പണി ഏതാണ്ട് ഒരു പ്രോജക്റ്റിൻ്റെ ഒരു അവസാന ഘട്ടം. പക്ഷേ പോലും അത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് സമാധാനമുണ്ട്?
എന്ത് ഉത്തരമുണ്ട്? ഈ നുണ പറഞ്ഞതിന് എന്ത് ന്യായീകരണമുണ്ട്? ഓക്കെ, സാഹിബ്, മെയ് 20 ഇപ്പോൾ പറയുന്ന ഡേറ്റ്. അതിനുള്ളിൽ ഈ ഫേസ് 1 അല്ലെങ്കിൽ 128 വീടുകളിലേക്കുള്ള നിർമ്മാണം പൂർത്തിയാകുമെന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഊരാളുങ്കൽ പറയുന്നുണ്ട് ഈ ഇപ്പോൾ പിടിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അത് വളരെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ്, അത് പരിഹരിക്കുമെന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. ശരിക്കും ഈ ദുരന്തബാധിതരെ കബളിപ്പിക്കുക കൂടിയിട്ടല്ലേ? നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഡേറ്റിലും പണി പൂർത്തിയാകില്ല എന്നാണ് ഊരാളുങ്കലിലെ CEO പറഞ്ഞത്. അത് വിള്ളലല്ല, അത് ശൃംഗേജ് ആണെന്നാണ്. മറ്റേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വയറ്റുനിന്ന് കത്രിക കിട്ടിയപ്പോൾ അത് കത്രികയല്ല ഫോർസെപ്സ് ആണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചത് അതേമാതിരിയാണ്. ഈ മനുഷ്യൻ്റെ വീട്ടിൽ മഴ പെയ്തപ്പം, വലിയ മഴയൊന്നുമില്ല, ചെറിയ മഴ പെയ്തപ്പം വെള്ളം താഴേക്ക് കിരിഞ്ഞു വന്നു എന്ന് ഈ ഉടമയായ നൗഫൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണത്, അത് വിള്ളലല്ല, ശൃംഗേജാണ്. ഇപ്പം വന്നിട്ടുണ്ട്, സൈബറിൽ വന്നിട്ടുണ്ട്, മാർക്കർ അടയാളം കാണിച്ചുകൊണ്ട് അത് വിള്ളലെന്ന് മാധ്യമങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ സികേഷ് ചോദിച്ചവരെ ഇത് ജനങ്ങളെ പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലേ, ഇതിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഒരു ലെഫ്റ്റ് ഇൻ്റലക്ച്വൽ സർക്കിളിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി, അവർ മുന്നോട്ട് വെച്ചൊരു വാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളെല്ലാം സ്റ്റേറ്റ് സെൻറ്റേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ആരും അത് നമ്മൾ കാണുന്ന കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് എല്ലാം സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിൽ മാത്രമാണ് സേവന പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, സഹായ പ്രവർത്തനങ്ങൾ. പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കണം? ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ മാത്രം കൊടുക്കണം. ആ സ്ഥാനത്തുള്ള ലെഫ്റ്റിസ്റ്റുകൾ സ്റ്റേറ്റിസ്റ്റുകളായി മാറിയ അസാധാരണമായിട്ടുള്ളൊരു സന്ദർഭമായിരുന്നു അത്. ആ നിലക്ക് ഇപ്പം കൊയിലാണ്ടിയിലൊക്കെ വീടുകളിൽ ആഹാര സാധനങ്ങൾ എത്തിച്ച മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് കോവിഡിൻ്റെ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. ഇതേ സംഗതി തന്നെയാണ് ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ സമയത്തുണ്ടായത്. ഓർമ്മയുണ്ട്, അവിടെ യൂത്ത് ലീഗിൻ്റെ ഒരു കിച്ചൺ, കമ്മ്യൂണിറ്റി കിച്ചൺ പൂട്ടിച്ചിട്ടുണ്ട്, പോലീസ് ഇടപെട്ട് പൂട്ടിച്ചിട്ടുണ്ട്. ആരും അങ്ങനെ സന്നദ്ധ പ്രവർത്തകരുമുണ്ട്, എല്ലാം രായാവ് ചെയ്യും, പിണറായി വിജയൻ ചെയ്യും. ആരും പണം പിരിക്കേണ്ട, ആരും വീടുണ്ടാക്കേണ്ട, ആരും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. എന്ത് വേണം? എല്ലാവരും ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുക, അങ്ങോട്ട് ചെയ്തുകൊള്ളും, വേറെ ആരും ഇടപെടണ്ട. ഇതാണ് സെൻട്രൽ നറേറ്റീവ്. ഇത് ഇടതുപക്ഷ ബുദ്ധിജീവികൾ, ഈ സൈബർ ബുദ്ധിജീവികളൊക്കെ വലിയ ആശയമായിട്ട് അന്ന് സൈബർ ഇടങ്ങൾ എഴുതാറുണ്ടായിരുന്നു. മാത്രമല്ല മുസ്ലിം ലീഗ് ഇന്ന് CPM CPM സഹയാത്രികനായി സംസ്ഥാനത്തെ സൈബർ ഇടത്തിലെ പ്രധാന CPM ബുദ്ധിജീവിയായി മാറിയ ഒരു വക്കീലുണ്ട് കാസർഗോഡുള്ള. പുള്ളിക്കാരൻ ഹൈക്കോടതിയിലൊരു ഹർജി കൊടുത്തു. ഇങ്ങനെ നടക്കുന്ന സന്നദ്ധ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നടന്ന പണപ്പിരിവ് അത് അവസാനിപ്പിക്കണമെന്നും, അങ്ങനെ പിരിച്ച പൈസ എന്ത് ചെയ്യണം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അടപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഹൈക്കോർട്ടിൽ പോയി. കേസ് നടത്തുന്ന അങ്ങേരുടെ കഴിവ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പം കോടതി എന്താ ചെയ്തെന്നറിയോ? പിഴയിട്ടു, ഈ മനുഷ്യന് പിഴയിട്ടു. ആ പിഴത്തുക CMRDF അടക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച്, ആ ലോജിക്ക് എന്താണ്? നിങ്ങളാരും, അത് പല വിധത്തിലുള്ള സന്നദ്ധ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ, മതസംഘടനകൾ എല്ലാവരും ഉണ്ട്. അവരെല്ലാം വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നതാണ് ഈ വിഷയം, വയനാട് വിഷയത്തിൽ. അപ്പം അങ്ങനെയൊന്നും ആരും ഒന്നും ചെയ്യണ്ട, രായാവ് ചെയ്തുകൊള്ളും, എല്ലാം കാരണഭൂതർ ചെയ്തുകൊള്ളും, കാരണഭൂതർക്ക് പൈസ കൊടുക്കുക. ഇതാണ് സെൻട്രൽ നറേറ്റീവ്. അങ്ങനെയാണ് വലിയ തോതിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പൈസ കൊടുക്കേണ്ടത്, അവിടെ മാത്രമേ പൈസ കൊടുക്കാവൂ എന്ന് പറയുന്ന പ്രചണ്ഡമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നു, കോടിക്കണക്കിന് രൂപ സമാഹരിക്കുന്നു. ഇത് ജനങ്ങളുടെ നിന്ന് പിരിച്ച പണമാണ്. എന്നിട്ട് എന്താണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്? ഒരു ഉദ്ഘാടനമാണ് ഡെലിവറി ചെയ്തത്. കഴിഞ്ഞ മാർച്ച് 18, അതായത് കഴിഞ്ഞ മാസം ഒരു ഉദ്ഘാടനം മഹാമഹം നടത്തി. ഇന്നലെ ഗോവിന്ദ മാഷും ഭാര്യ അവിടെ സന്ദർശിച്ചു. അതിനു മുമ്പ് മമ്മൂട്ടി സന്ദർശിക്കുന്നു. നോക്കൂ, ഇന്ന് മമ്മൂട്ടി സന്ദർശിച്ച ശേഷം ഉണ്ടായ വിവാദം നമുക്കറിയാം. ഇന്നലെ ഗോവിന്ദ മാഷും കുടുംബവും സന്ദർശിച്ച ശേഷമാണ് ഈ വാർത്തകൾ വരുന്നത്. ശൃംഗേജ് എന്ന് വിളിക്കുന്ന വിള്ളൽ. അപ്പോൾ ഇതിലൊന്നാമത്തെ പ്രശ്നം വിള്ളലുണ്ടായി എന്നുള്ളതിന് ടെക്നിക്കലി പ്രൊഫഷണലി മറുപടി ഊരാളുങ്കലാണ്. കാരണം അവരാണ് സംസ്ഥാനത്തെ ഏറ്റവും മികവാർന്ന നിർമ്മാതാക്കൾ എന്നുള്ളതാണ് ഈ പറയുന്ന ഈ കേരളത്തിൽ കാൽപ്പനികവൽക്കരിക്കപ്പെട്ട ഒരു ബിംബമാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ അവരുടെ ഇടപാടുകൾ എന്താണ്, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്താണ്, അവരുടെ പ്രോജക്റ്റുകളുടെ അവസ്ഥ എന്താണെന്നതിനെ കുറിച്ച് ഒരു സൂക്ഷ്മമായ ഓഡിറ്റിംഗ് നടത്തേണ്ട സന്ദർഭം കൂടിയാണത്. എന്ന് മാത്രമല്ല, അവർക്ക് പ്രോജക്റ്റുകൾ നിർബാധം ലഭിക്കുന്നതിൻ്റെ പിറകിലെ ദുരൂഹതകൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണം.
ഇതേക്കുറിച്ച് ആദ്യമായി സംസാരിച്ചു തുടങ്ങിയത് PV അൻവറാണെന്ന് ഓർക്കണം. PV അൻവർ ആ സീരീസ് ഓഫ് പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രമായി ഇങ്ങനെ നിർബാധം പ്രോജക്റ്റുകൾ കിട്ടുന്നത് എന്തുകൊണ്ട്, എന്താണ് അതിൻ്റെ പിന്നിൽ? സാമാന്യമായിട്ടുള്ള ടെൻഡർ പ്രൊസീജിയേഴ്സ് പോലും ഇല്ലാതെ ഇവർക്ക് മാത്രമായിട്ട് എങ്ങനെ കിട്ടുന്നു? ഈ ശബരിമല അയ്യപ്പ സംഗമത്തിന് ടെൻഡ് കിട്ടുന്നതും അതെ അതെ ഈ എന്താണ് മലയാളി പരിഹസിച്ച ഭജനസംഘം വരാത്ത ഭജനസംഘത്തിന് വരെ പൈസ കൊടുത്തു എന്ന് വന്ന ഇതാണ്. ഒരു നിർമ്മാണ കമ്പനി എങ്ങനെയാണ് ഒരു ഇവൻറ്റ് കമ്പനിയാണെന്നുള്ള ഒരു പ്രശ്നം അതിനുണ്ട്. അത് നോക്കൂ, ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ ലഭിച്ചിട്ടുള്ളൊരു കമ്പനിയാണത്. എന്താണ് അവർക്ക് മാത്രമായിട്ടുള്ള കൊമ്പ് എന്താണ്? അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് കേരളം അവരെ ഓഡിറ്റ് ചെയ്യാത്തത്? അവർ പ്രോജക്റ്റുകളെ അവർക്ക് ലഭിക്കുന്ന കോൺട്രാക്റ്റുകളെ എന്തുകൊണ്ട് ഓഡിറ്റ് ചെയ്യുന്നില്ല? അപ്പോൾ ആ നിലക്കുള്ള അതിൽ ഒരു എന്താണ് സബ് ടെക്സ്റ്റാണ് വേറെ നിലക്ക്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കാൽപ്പനികവൽക്കരിക്കപ്പെട്ട ഏറ്റവും മഹത്തരമെന്ന് വ്യാപകമായി പ്രശംസിക്കപ്പെട്ടുകൊണ്ടിരുന്നൊരു കമ്പനിയാണ്. ആ മനുഷ്യർക്ക് വീട് നഷ്ടപ്പെട്ട നിരാലംബരായ മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുത്ത് ഒരു കുഞ്ഞു മഴ പെയ്യുമ്പോഴേക്ക് താഴേക്ക് വെള്ളം കിനിഞ്ഞിറങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ അവരെന്താണ് ചെയ്തത്? എന്താണ് അവരുടെ പ്രോജക്റ്റുള്ള സ്വഭാവം? നമുക്ക് മഴക്കാലത്തൊക്കെ കടക്കുകയാണ്. ജൂലൈക്ക് മുമ്പ് മുഴുവനും തീർക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത്. പക്ഷേ 1ാം ഘട്ടം പോലും തീരാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പോയ റിപ്പോർട്ടർമാരെല്ലാം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഊരാളുങ്ങളുടെ പ്രോജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ആലോചന, അതിനും ഒരു സന്ദർഭമാണ്. എല്ലാറ്റിലും ഉപരി നമ്മൾ കാണേണ്ടത് ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ട് ഈ പറയുന്ന വീട് നഷ്ടപ്പെട്ട കുടുംബം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് കൈത്താങ്ങാകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതാണ് ഇങ്ങനെ പാതി വഴി നിൽക്കുന്നത്. അതിന് മറുപടി പറയണം. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം തൊട്ടപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രോജക്റ്റ് അവരത് സമയത്തിന് മുമ്പേ പൂർത്തീകരിച്ചു, കൈമാറ്റം ചെയ്തു, കുടുംബങ്ങൾ അവിടെ വന്ന് താമസിച്ചു തുടങ്ങി. അപ്പോൾ സംസ്ഥാനത്തൊരു ദുരന്തം ഉണ്ടാകുന്നു, മനുഷ്യർ ഹോംലെസ് ആകുന്നു. അവരെ ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് അവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം കാണിക്കുകയും അവർക്ക് വീട് വെച്ച് കൊടുക്കുകയും ചെയ്തത്. ഭരണകൂടത്തിൻ്റെ ജോലി പാതി വഴിയിൽ അവിടെ നിൽക്കുകയാണ് എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തി PR പണിയെടുത്ത സർവരും നാണം കെടേണ്ട സന്ദർഭം കൂടിയാണ്. യെസ്, ദുരന്തബാധിതരോട് സർക്കാർ ഈ ഉറപ്പ് പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 20-നാണ്. അതിനുള്ളിൽ ആദ്യഘട്ടത്തിലുള്ള വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്കും കേരളത്തിൽ ഒരു ഭരണമാറ്റം കൂടിയിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് എന്താകും എന്നാണ് ഇനി അറിയാനുള്ളത്.